നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൂഞ്ഞാറിലെ പള്ളിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് എത്തിയ ചില ആളുകൾ അവിടെ പള്ളി കോമ്പൗണ്ടിനകത്ത് അനുവാദമില്ലാതെ കടന്നു കയറുകയും അവിടെ കുറച്ച് ദിവസമായിട്ട് ബൈക്ക് അഭ്യാസവും മറ്റുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്ത പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ ബൈക്കിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന വാർത്ത ഞങ്ങൾ ഇതിനു മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ നാനാതുറയിൽ നിന്നും സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നും ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. PC ജോർജിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. നമ്മുടെ പൂഞ്ഞാർ സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ ഇന്ന് ധ്യാനവും പ്രത്യേക പ്രാർത്ഥനയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയുണ്ട്. ഈ കുറേ ദിവസമായിട്ട് പള്ളിമുറ്റത്ത് ഒരു ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു 5-8 പിള്ളേർ കാറിനും മോട്ടോർ സൈക്കിളും വന്ന് വേറെ വണ്ടി ഇറപ്പിക്കുക, വണ്ടി കച്ചവടം, ഇതെല്ലാം ഇവിടെ ആക്കി പള്ളി മുറ്റത്താണ്. അതാണ് സഹിക്കാത്തത്. ഏതായാലും ഇന്ന് അത് അല്പം കൂടി. 7 കാറും 3 മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നതാണ്. നമ്പറൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ പള്ളിമുറ്റത്ത് ഈ വണ്ടി അരപ്പിച്ച് വിലകളും ഉണ്ടായിരുന്നപ്പം മടുത്തിട്ട് പ്രാർത്ഥന നടക്കുക ആയതുകൊണ്ട് വിചാരിച്ചൻ കൊച്ചച്ഛൻ ഇറങ്ങിച്ചെന്ന് ഇത് ശരിയല്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നോ, അത് ഇഷ്ടപ്പെട്ടില്ല അവർ. നമ്മൾ അച്ഛനെ ഇടിച്ചിടാൻ നോക്കി. അച്ഛൻ ചാടി മാറിയെങ്കിലും അച്ഛൻ വീണു. എങ്കിലും അച്ഛൻ്റെ അടുത്തൂടെ വണ്ടി കടന്നു വീഴുക. ഇവാനൊക്കെ കൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടില്ല. അച്ഛൻ വണ്ടി ഇടിച്ച് വളരെ ഭീകരമായ നിലയിലാകുമായിരുന്നു. അച്ഛന് തലയ്ക്ക് മരവിപ്പൊക്കെ ഉണ്ട്. അച്ഛനിപ്പോൾ മാർസല ആശുപത്രിയിലാണ്. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാലും പോരാ. ഇതിങ്ങനെ പോയാൽ അവനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. ഇല്ലേ മോശമായി. ഇതിങ്ങനെ പോകാൻ കഴിയില്ല. ഈ പൂഞ്ഞാർ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഈ ഫൊറോന പള്ളി എന്ന് പറഞ്ഞാൽ ഫൊറോന പള്ളി അതല്ല, ചെറിയ ഇടവകയല്ല, ഫൊറോന പള്ളിയാണ്. ഏറ്റവും പ്രമുഖമായ മാതാവിൻ്റെ പേരുള്ള പൂഞ്ഞാർ നിയോളത്തിന് ഏറ്റവും പ്രമുഖ ദേവാലയമാണിത്. ആ ദേവാലയത്തിന് മുറ്റത്ത് പോലും വൈദികന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താകും എന്നുള്ള വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ആളുകൾ വികാരപരമായി പറയുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വൈകാരികമായി പ്രശ്നം വലിപ്പിക്കാൻ ആർക്കും കഴിയുമോ, വലുതാക്കാനും കഴിയും. ഇത് വലുതായിട്ട് കാര്യമില്ല, ഇത് ചെറുതാക്കുകയാണ് ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവരൊരു നിയമമായ നല്ല നടപടി ഉണ്ടാകണം. അതിനുള്ള നടപടിയിലേക്ക് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും ഒക്കെ വന്നു കഴിഞ്ഞ് ബാക്കി നോക്കാം. അതാണ് പറയാനുള്ളത്. സാധാരണഗതിയിൽ PC ജോർജ് അതിരൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാവാം അദ്ദേഹം വളരെ മിതമായ തരത്തിലാണ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈരാറ്റുപേട്ടയെ പോലുള്ള ഒരു സ്ഥലം എപ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേക മതസ്ഥർ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ആളുകളാണ് എന്നാണ് PC ജോർജിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പ്രത്യേക മതവിഭാഗം, അത് മറ്റൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ ഇതേപോലെ കടന്നു കയറുന്നു, അവിടെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. അത് നിരന്തരമായപ്പോൾ അത് ചോദ്യം ചെയ്ത വൈദികനെ ബൈക്ക് കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒന്നിലധികം തവണ ഉപദ്രവിച്ചു എന്നാണ് അറിയുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റ ആ വ്യക്തി ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതൊരു വലിയ സാമുദായിക കലാപത്തിലൊന്നും പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇടപെട്ട് ഇത് ശാന്തമാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത്തരം ഒരു പ്രവണത ആരിൽ നിന്നാണെങ്കിലും അത് അനുവദിച്ചുകൂടാ. അത് അടിച്ചമർത്തേണ്ടതാണെങ്കിൽ അടിച്ചമർത്തുക തന്നെ ചെയ്യണം. അതിന് നിയമത്തിൻ്റെ വഴി ഉപയോഗിക്കാം. അല്ലാതെ മറ്റൊരു കൂട്ടരുടെ ആരാധന നടക്കുന്ന സ്ഥലത്ത് അവരുടെ അനുമതിയില്ലാതെ ആ കോമ്പൗണ്ടിൽ മറ്റു ഒരു സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ ഇതേപോലെ കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് വന്ന് നിരന്തരമായിട്ട് ഒരു ശല്യം എന്ന തരത്തിൽ തന്നെ അവിടെ പ്രവർത്തിക്കുകയും അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്തത് ഒരു ലോഹയിട്ട വൈദികനായിട്ട് കൂടി ആ വൈദികനെ ബൈക്ക് കൊണ്ട് ഇടിപ്പിച്ച് താഴെ ഇടണമെങ്കിൽ വീണ്ടും ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതത്ര നല്ല ഒരു രീതിയല്ല. തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല ഒരിടത്തും അത് അനുവദിച്ചുകൂടാ. അതൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തും. ഒടുവിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം മാത്രം അല്ല സമൂഹം ഇടപെടേണ്ടത്. തീർച്ചയായിട്ടും ഇതിൽ നിയമപരമായിട്ടുള്ള PC ജോർജിൻ്റെ വാക്കുകളിൽ നിന്ന് അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കത്തക്ക തരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. കാരണം ഇതിനു മുമ്പും സമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിനകത്ത് ഒരു പ്രത്യേക
നാട്ടുരാജ്യം പോലുള്ള മറ്റ് സ്ഥലങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈരാറ്റുപേട്ട മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങൾ ഇങ്ങനെ ചില പോക്കറ്റുകളായിട്ട് അവിടെ നമ്മുടെ ഇന്ത്യയുടെ നിയമമൊന്നും ബാധകമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമമുണ്ട് എന്ന തരത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. അത്തരക്കാർ പുറത്തു പോകുമ്പോഴും അതേ സ്വഭാവം തന്നെ കാണിക്കും. അതായിരിക്കാം ഒരുപക്ഷെ ഈ പൂഞ്ഞാറിലെ പള്ളിയിൽ അരങ്ങേറിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.